എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഇന്നോവേഷൻസ്. ഇന്നത്തെ നമ്മളെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്കാണ്. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട്, എപ്പോഴും നമ്മുടെ അടുക്കളയിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഈവനിങ് സ്നാക്കാണ്. ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തത്. അത് നന്നായിട്ട് നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞതാണ്. ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. എന്നിട്ട് നമ്മളത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ അതിലെ സ്റ്റാർച്ച്, അതായത് ഉരുളക്കിഴങ്ങിൽ സ്റ്റാർച്ച് ഉണ്ടാവും, അത് കുറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കുറയുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പരസ്പരം ഒട്ടിപ്പിടിക്കില്ല. അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കുറേ നേരം വെള്ളത്തിലിട്ടിട്ട് അപ്പോൾ നമുക്കിത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തീരെ വെള്ളമില്ലാതെ പിഴിഞ്ഞെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തുണിയിലോ അല്ലെങ്കിൽ നാപ്കിനിലോ വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം. നല്ല സ്ലൈസായിട്ട് അരിഞ്ഞതാണ്, അതായത് ഒരു സവാള 4 ആക്കിയിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞതാണ്. ഇനി നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചേർക്കുന്നത് മൈദയാണ്. അതിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്തു. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ നമ്മൾ കുഴയ്ക്കുന്ന സമയത്തും കൂടി ചേർക്കും. ഇനി ഒരു 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിനി ചേർക്കുന്നത് ഒരു മുട്ടയാണ്. അപ്പോൾ ഒരു മുട്ട മുഴുവൻ ആവശ്യമില്ല ശരിക്കും. ഞാനിപ്പോൾ ഇവിടെ മുഴുവൻ ചേർത്തുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലിക്വിഡായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് മൈദ അല്ലെങ്കിൽ അരിപ്പൊടി ചേർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ ഈ ഒരു മുട്ട ഒഴിവാക്കിയിട്ടും ചെയ്യാവുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് ഓരോ പൊടികളായി ചേർക്കാം. ആദ്യം ചേർക്കുന്നത് മുളക് പൊടിയാണ്. 2 ടീസ്പൂണാണ് ഞാൻ ചേർത്തത്. ഇത് അധികം എരിവില്ലാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. അതുപോലെ പച്ചമുളകും ചേർക്കാവുന്നതാണ്. ഇനി ഈ മിക്സിലേക്ക് നമ്മൾ ഒരു നുള്ളു കായം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മളിത് എണ്ണയിൽ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം കൂടി നന്നായിട്ട് യോജിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ വറുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് എണ്ണ വേണം, കാരണം മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം വറുത്തെടുക്കാൻ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു സൈഡായി കഴിയുമ്പോൾ നമുക്ക് അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാ സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ അത്ര കളറില്ല. നിങ്ങൾക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ കശ്മീരി ചില്ലി ചേർത്താൽ മതി. ഞാനിപ്പോൾ സാധാ മുളക് പൊടിയാണ് ചേർത്തത്. ആ സ്ഥാനത്ത് കശ്മീരി ചില്ലി ആണെങ്കിൽ കുറച്ചുകൂടി നല്ല ചുവന്ന കളർ കിട്ടും. അതുപോലെ തന്നെ നമ്മളിതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഞ്ചി കടിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ഇഞ്ചി അരിഞ്ഞിട്ട് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ സാധാ വട പോലെ ഇഞ്ചി അരിഞ്ഞ് ചേർത്താൽ മതി. എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്കാണ് മാറ്റുന്നത്. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ ഇതിൽ ചേർക്കുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ്. എല്ലാ അടുക്കളകളിലും എപ്പോഴും ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഒരുപക്ഷേ പലർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കാം. അറിയാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസായിട്ട് കാണാം. അപ്പോൾ അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക്